ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പുഴുക്കലരി അരച്ച പത്തിരിയാണ്. ഒരു ഗ്ലാസ് പുഴുക്കലരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മുങ്ങിക്കിടക്കുന്ന അത്രയും ചൂടുവെള്ളം ഒഴിക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 5-6 മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പൊടിക്കുന്നതിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇപ്പം നമ്മൾ പുട്ടിൻ്റെ തരി പോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയുള്ള അരിയും കൂടെ ഇതുപോലെ അടിച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക. ഇതൊന്ന് അടിച്ചെടുക്കാം. ബാക്കിയുള്ള അരിയും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഇട്ടാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 5 അല്ലി ഉള്ളി ചേർക്കാം. 1/2 സ്പൂൺ പെരിഞ്ചീരകം, 1/2 മുറി തേങ്ങ ചിരവിയത്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് ക്രഷ് ആയി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചു വെച്ച അരിയിലേക്ക് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. 1 സ്പൂൺ എള്ള്, 4 ടേബിൾ സ്പൂൺ മൈദ. ഇത് നമ്മുടെ പത്തിരി ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അല്പം വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെള്ളം തൊട്ട് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഓരോ ഉരുളകളാക്കി ഓരോന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പം എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പോളിത്തീൻ കവറിൽ കുറച്ച് ഓയിൽ തടവി നമുക്ക് പത്തിരി ഷേപ്പാക്കി എടുക്കാം. കുറച്ച് കട്ടിയോടെ വേണം ഷേപ്പ് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചും കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. പാൻ ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ പത്തിരി ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. ഒരുപാട് അങ്ങ് ഇടരുത്, 2-3 എണ്ണം ഇട്ടാൽ മതി. നമ്മളുടെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പത്തിരി പോലെ പെട്ടെന്ന് തന്നെ ഇതൊന്നും പൊങ്ങി വരില്ല. 1-2 മിനിറ്റ് കഴിയുമ്പോഴേ പൊങ്ങി വരുള്ളൂ. നമ്മൾ ജസ്റ്റ് സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ലതായിട്ട് അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ ഉള്ള വേവില്ല, കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റിയെടുത്ത് വെക്കാം. ഇപ്പം നല്ല ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് പെരിഞ്ജീരകത്തിന് പകരം നല്ല ജീരകവും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ പത്തിരി കണ്ടാലറിയാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാ പത്തിരിയും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പുഴുക്കലരി അരച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.